ഹായ് ചങ്കളെ, എല്ലാവർക്കും മേഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുഴിയും കുക്കറും ഇല്ലാത്ത ഒരു അടാർ ബീഫ് മന്തിയുടേതാണ്. ഇതിൽ കാണിക്കുന്ന കുറച്ച് ടിപ്സും ട്രിക്കുകളും ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ രുചിയിലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കുഴിയും കുക്കറും ഇല്ലാതെ എങ്ങനെയാണ് വീട്ടിൽ മന്തി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ഒരു മീഡിയം സൈസിനാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പീസുകൾ ചെറുതും വലുതും ആക്കാം. ഇനി ബീഫിനൊരു മസാല തയ്യാറാക്കണം. അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം അഥവാ സാദാ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല, അതിന് പകരം മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിനോടൊപ്പം തന്നെ ഹോം മെയ്ഡ് അറബിക് മന്തി മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 7-8 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും, പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് എടുക്കുക. ഇതുപോലെ. ഇനി ഇതിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കരുത്. ഒലിവ് ഓയിലാണ് ഇതിന് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, നിങ്ങളെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ മസാല ഇവിടെ എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ബീഫിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്, ബീഫിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചൊരു 1/2 വേവിന് വിസിലടുപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5-6 വിസിൽ മാത്രം മതിയാവും. വിസിലൊക്കെ വന്നു കഴിഞ്ഞ് ഏറൊക്കെ മാറിയതിന് ശേഷം തുറന്ന് നോക്കുമ്പം നമ്മുടെ ബീഫ് ഇവിടെ പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മസാല മുഴുവനായിട്ട് അങ്ങോട്ട് പുരട്ടിയെടുക്കണം. ഇപ്പൊ ഇവിടെ 2 സൈഡും നല്ല പോലെ മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റിന് വയ്ക്കണം. ഫ്രിഡ്ജിന്റെ താഴെത്തട്ടിൽ സൂക്ഷിച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അടിഭാഗം കട്ടിയുള്ള വക്കുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള ഒരു പാത്രം എടുക്കണം. കാരണം ഇതിൽ കുറച്ച് ടിപ്സും ട്രിക്കുകളും ഉണ്ട്. പാത്രം അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഇളക്കി 1-2 മിനിറ്റിന് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ സവാളയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മന്തിക്കായതുകൊണ്ട് കൂടുതലൊന്നും വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ അടുപ്പിച്ച് ചേർക്കുന്നുണ്ട്, ഒന്ന് മിസ്സാവരുത്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാപ്സിക്കം ചതുരത്തിന് കട്ട് ചെയ്തതും, 5-6 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും, എരിവില്ലാത്ത 3-4 പച്ചമുളകും, 1 പീസ് ക്യാരറ്റ് നീളത്തിന് കട്ട് ചെയ്തതും,
ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മല്ലിയും 1 കഷ്ണം പട്ട മുറിച്ചെടുത്തതും 8 ഏലക്കയും 8 ഗ്രാമ്പൂവും 3 തക്കോലവും ഡ്രൈ ലെമൺ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബേ ലീഫും 1 ടീസ്പൂൺ ഹോംമെയ്ഡ് അറബിക് മന്തി മസാലയും ഇത്രയും ചേരുവകൾ അടുപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. അതൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം 1 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കിലോ ബസ്മതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മന്തിക്ക് എപ്പോഴും ബസ്മതി റൈസാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇത് കുതിർത്തെടുത്തതല്ല, 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതാണ്. അരി വറുത്തെടുക്കാൻ പാടില്ല, ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഞാൻ ബീഫ് വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു പാത്രത്തിന് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് അതനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ മർമ്മപ്രധാനമായ കുറച്ച് ടിപ്സും ട്രിക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതായത് ഈ പാത്രത്തിന്റെ മുകളിൽ ഫോയിലർ പേപ്പറാണ് ചുറ്റി കൊടുക്കുന്നത്. ആവി ഒട്ടും പുറത്തേക്ക് പോവാതെ വേണം ഈ ഫോയിലർ പേപ്പർ കറക്റ്റ് ആയിട്ട് ചുറ്റി കൊടുക്കാൻ. തലങ്ങും വിലങ്ങും ഇട്ടിട്ട് നല്ല പോലെ വേണം ഫോയിലർ പേപ്പർ ചുറ്റിയെടുക്കാൻ. ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ആ എടുക്കുന്ന പാത്രവും ഈ ഫോയിലർ പേപ്പർ ചുറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം മാത്രം എടുക്കുക. ഫോയിലർ പേപ്പർ നല്ലപോലെ ചുറ്റിയിട്ടുണ്ട്. നീ കൈ വെച്ച് ചെറിയ കുഴി പോലെ ഒന്ന് ഇതേപോലെ ആക്കി എടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, കീറിപ്പോകും. ഇനി ഒരു കമ്പിയോ ഇതേപോലെ സ്റ്റിക്കോ എടുത്തിട്ട് ഹോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എത്രയും ഹോൾ ഇടാമോ അത്രയും ഹോൾ ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ കുറച്ച് ഹോൾ അധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ അകത്തുള്ള ആവി മുഴുവൻ ഇതിന്റെ പുറത്തേക്ക് വരും. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനും അതിലേക്ക് വെച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ മന്തി ഉണ്ടാക്കി എടുത്താലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ്. കുഴിയും വേണ്ട, കുക്കറും വേണ്ട, ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ ചെറിയ കണ്ണിയുള്ള നെറ്റായാലും മതി. ഞാനിവിടെ ഫോയിലർ പേപ്പർ എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ മുകളിൽ കൂടെ ഫോയിലർ പേപ്പർ വെച്ച് ആവി പോവാത്തക്ക രീതിയിൽ നല്ല പോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇപ്പൊ ഇവിടെ നല്ല പോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഇപ്പം ലോ ഫ്ലെയിമിൽ ഓണിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഗ്യാസ് വെച്ചാൽ റൈസ് പെട്ടെന്ന് വെന്ത് ബീഫ് വേവാതെ വരും. അതുകൊണ്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ 45-50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഫോയിലർ പേപ്പർ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിലാണ് ഇത് ചുറ്റി എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അവസാന ഫോയിലർ പേപ്പറും കൂടെ എടുക്കുമ്പോഴുണ്ടല്ലോ, ഒരു പ്രത്യേക ഫ്ലേവറിൽ ബീഫ് മന്തിയുടെ മണം അടിച്ച് വെളിയിലോട്ട് വരും. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എന്താ നോക്കിയേ, ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീഫ് വെന്തില്ല എന്ന് ആരും പറയരുത്. നിങ്ങൾ ബീഫ് എടുക്കുമ്പോൾ ഒരുപാട് മുറ്റില്ലാത്ത ബീഫ് നോക്കിയെടുക്കണം.
ഒരല്പം പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി കിട്ടും. അപ്പൊ വെന്ത് കിട്ടിയ ബീഫ് മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ആ അടിയിലിരിക്കുന്ന ഫോയിലർ പേപ്പറും കൂടെ അങ്ങോട്ട് മാറ്റുമ്പോഴുണ്ടല്ലോ, ബീഫിന്റെ ജ്യൂസൊക്കെ റൈസിലേക്ക് വീണ് ഒരു വല്ലാത്ത ഫ്ലേവറിൽ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിയാത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കുക. ആ ബീഫിന്റെ ജ്യൂസൊക്കെ ചോറിലേക്ക് വീഴുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് കലക്കിയെടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇത് ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ടും ചുറ്റും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഇനി സ്മോക്ക് ഇടാനുള്ള ഒരു പരിപാടിയാണ്. അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഫ്ലേവറും ആയിരിക്കും. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് കനൽ എടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ അകത്തോട്ട് വെച്ചു കൊടുത്തിട്ട് കനലിന്റെ പുറത്ത് കുറച്ച് എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്മോക്ക് വരുന്ന സമയത്ത് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പം നമ്മുടെ മന്തിയിലെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ പുറത്തേക്ക് വരും. ഇനി ആ കനലെടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പൊ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളെ വീട്ടിലെ കിച്ചണിൽ മന്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുഴിയും വേണ്ട, കുക്കറും വേണ്ട. അടിപൊളി ടേസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിലും കുഴിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ഫ്ലേവറിലും നമ്മുടെ വീട്ടിൽ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട്. ഇതാ നോക്കി, കാണാൻ എന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല, അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയ മന്തിയേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോ. ഈ പെരുന്നാളിന് എല്ലാവരും മുന്നിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ കാണുവാൻ വേണ്ടി താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടിലം വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ. ബൈ ബൈ.